ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹമുണ്ടാകുന്നവൻ ചില മാറ്റങ്ങൾക്ക് തയ്യാറാകണം. ക്രിസ്തുവിന്റെ ഭാവം സ്വീകരിക്കാൻ തയ്യാറാകണം. ഒരു പുതുക്കത്തിന്റെ അനുഭവമാണ് ഓരോ വചന ശുശ്രൂഷയും നമ്മളോട് ആവശ്യപ്പെടുന്നത്. കർത്താവ് നമ്മളോട് പറയാ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കാനും കേൾക്കാനും പോകാനല്ല പെരുന്നാളിൽ വചന ശുശ്രൂഷ. മറിച്ച് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുമ്പോൾ, അത് അഴുകുമ്പോൾ പുതിയ തൈകൾ ഉണ്ടാകുകയാണ്. എൻ്റെ ചിന്തകളില്, എൻ്റെ വാശികളില്, എൻ്റെ ദുർവാശികളില്, എൻ്റെ എടുത്തുചാട്ടങ്ങളില്. നമുക്കെല്ലാം അറിയാം, ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് വ്യത്യസ്തമാണ്. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാണ്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ കാതുകളും മന്ദമായി പോയിട്ടില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ തൊട്ടടുത്ത വാക്യം പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. പലപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു വരാൻ സാധിക്കാത്തത് ചില ശീലങ്ങളാണ്. ഈ വചനം കേൾക്കുന്നത് വഴി ഓരോ ദിവസവും വചനവും കേൾക്കുന്ന വഴി, കർത്താവേ, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു വീണ്ടെടുപ്പ് വേണം, എനിക്കൊരു മാറ്റം വേണം. ഇവിടെയാണ് എലിയാ നബിയുടെ മധ്യസ്ഥതയിലുള്ള ഈ ദേവാലയത്തിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നത്. എലിയാവിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം എനിക്കറിയാവുന്നതിൽ 10 മടങ്ങ് എലിയാ നബിയെ കുറിച്ച് വ്യത്യസ്തമായ വെർഷനുകളിൽ ഓരോ വർഷവും കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും, അല്ലെ? വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏടുകളിൽ എവിടെയൊക്കെ ഏലിയാ നബിയെ കുറിച്ച് പറയുന്നുണ്ടോ കാലങ്ങളായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ എനിക്ക് ഇന്ന് ഇവിടെ പറയാനുള്ളത് ഏലിയാവിനെ കുറിച്ചല്ല, എലീശയെ കുറിച്ചാണ്. ഏലിയാവിന്റെ മരണസമയത്ത് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിയ ഏലിയാവിന്റെ പ്രിയ ശിഷ്യനായ എലീശ വിട്ടുമാറാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കൂടെ വട്ടം ചുറ്റി ഗിൽഗാലിലും ബഥേലിലും ഇല്ല ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു കൂടെ നിൽക്കുകയാണ്. ഒടുവിൽ ഏലിയാവ് നബിയോട് മറുപടിയായി പറയുകയാണ്, നിനക്ക് എന്താണ് വേണ്ടത്, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മറുപടിയായി 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവിനോട് എലീശ പറയാണ്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരിക. ഓരോ പെരുന്നാളുകളിലും ഏലിയാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് OETയും വിസയും ടിക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഏലിയാ നബി ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചിട്ട് എലീശയോട് ചോദിക്കുന്ന ചോദ്യം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഏലിയാവ് എലീശയോട് ചോദിക്കുന്നുണ്ട്, പോകും മുൻപ് ഞാൻ നിനക്ക് എന്താ തരേണ്ടത്? എലീശ മറുപടിയായിട്ട് പറയാ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വെക്കണമേ എന്ന്. ഈ സന്ധിയിലെന്നല്ല, ഓരോ സന്ധിയിലും എലിയാ നബിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഈ പെരുന്നാളിലും എന്നും, കർത്താവേ, ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഞങ്ങളിൽ തരണം. സത്യത്തിന്റെ ആത്മാവ്, നീതിയുടെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, സമാധാനത്തിന്റെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്, സന്തോഷത്തിന്റെ ആത്മാവ്, ദീർഘക്ഷമയുടെ ആത്മാവ്, കൃപകളുടെയും ഫലങ്ങളുടെയും ഒക്കെ ആത്മാവിനെ എൻ്റെ ഉള്ളിലാക്കുമ്പോൾ എനിക്കൊരു രൂപാന്തരം വരും. എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ ഭവനങ്ങൾക്ക് സമാധാനം ഉണ്ടാകും, നമ്മുടെ ദേവാലയങ്ങളിൽ സമാധാനം ഉണ്ടാകും, ദേശത്തിൽ സമാധാനം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ, ഒരു വീണ്ടെടുപ്പ് ആവശ്യം? ഈ പെരുന്നാളിന് ഒരുക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ഉണങ്ങിയ ഭാവങ്ങളെ ഞാനൊന്ന് മാറ്റുക? ഇന്നത്തെ സന്ധിക ചിന്തയ്ക്കായി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം നമുക്കെല്ലാം സുപരിചിതമാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഏറ്റവും പരിചയമുള്ളതാണ്. ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥിയെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും.
ദൈവത്തിന്റെ പ്രവാചകനായ യെഹസ്കിയേൽ പ്രവാചകനാണ്. യഹോവയുടെ കൈ യെഹസ്കിയേൽ പ്രവാചകന്റെ മേൽ വരികയാണ്. എന്നിട്ട് ഒരു വലിയ താഴ്വരയിൽ കൊണ്ടുചെന്ന് നിർത്തുകയാണ്. ആ താഴ്വര മുഴുവൻ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയിരുന്നു. യഹോവയാം ദൈവം യെഹസ്കിയേൽ പ്രവാചകനോട് ചോദിക്കുകയാണ്, അല്ലയോ ദൈവപുരുഷ, നീ എന്താണ് കാണുന്നത് എന്ന്. അതൊന്ന് ഭാവനയിൽ കണ്ടു നോക്ക്. ഞാനൊരു അധ്യാപിക ആയതുകൊണ്ടാകാം. അതൊന്ന് ഭാവനയിൽ കണ്ടു നോക്ക്. യെഹസ്കിയേൽ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുകയാണ്. എന്നിട്ട് കണ്ണു തുറക്കുമ്പോൾ ഒരു വലിയ താഴ്വര, അവിടെ മുഴുവനും അസ്ഥികൾ. അസ്ഥിയെക്കുറിച്ച് പറയാണ്, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അത് പഴകി ഉണങ്ങി ചിതറിക്കിടക്കുകയാണ്. എന്നിട്ട് യെഹസ്കിയേൽ പ്രവാചകനോട് ചോദിക്കുക, ദൈവത്തിന്റെ പുരുഷ, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുന്നു. ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുന്നു. പാവം യെഹസ്കിയേൽ പ്രവാചകൻ മറുപടിയായിട്ട് പറയുകയാണ്, യഹോവേ, അവിടുത്തേക്കാണ് എല്ലാം അറിയാവുന്നത്, എനിക്കല്ല, അവിടുത്തേക്കറിയാം. യഹോവയാം ദൈവം യെഹസ്കിയേൽ പ്രവാചകനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് പോയി ഈ ഉണങ്ങിയ അസ്ഥിയോട് പ്രവചിക്കുക, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീനെന്ന്. ഉണങ്ങിയ അസ്ഥികളിലേക്ക് യഹോവയുടെ വചനം ചെന്നപ്പോൾ ഉണങ്ങിയ അസ്ഥികളിൽ ശ്വാസം വരികയാണ്. അതിനു മുൻപ് ഞരമ്പുകൾ വെക്കുകയാണ്. മാംസം കൊണ്ടത് പൊതിയുകയാണ്. അത് നിവർന്ന് നിൽക്കുകയാണ്. അത് പിന്നീട് ഒരു മഹാസൈന്യമായി ചലിക്കുന്ന ദേഹിയായി എന്നാണ് യെഹസ്കിയേൽ പ്രവാചകന്റെ ദർശനം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ സന്ധ്യയിൽ യഹോവയാം ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, നീ നിന്നിലേക്ക് തന്നെ നോക്കുക, നിന്റെ ഹൃദയത്തിന്റെ താഴ്വരകളിലേക്ക് നോക്കുക, നിന്റെ സ്വഭാവങ്ങളിലേക്ക് നോക്കുക, നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് നോക്കുക, നിന്റെ രഹസ്യ ജീവിതങ്ങളിലേക്ക്, രഹസ്യ ചിന്തകളിലേക്ക് നോക്കുക. നിന്റെ കുടുംബ ബന്ധങ്ങള്, സഹോദര ബന്ധങ്ങള്, ദൈവവുമായുള്ള നിന്റെ ബന്ധങ്ങൾ ഉണങ്ങിയിരിക്കുന്നത് എത്ര വിധം. ലോകത്തിന്റെ മുൻപിൽ ഞാനൊരു ഭക്തനായിരിക്കാം, ലോകത്തിന്റെ മുൻപിൽ ഞാനൊരു ഭക്തയായിരിക്കാം. മക്കളുടെ മുൻപിൽ ഞാൻ എങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിന്റെ അകത്ത് ഞാൻ എങ്ങനെയാണ്, എൻ്റെ കർത്താവിന് മാത്രം അറിയാവുന്ന എൻ്റെ ചില ഭാവങ്ങളുണ്ട്. ഈ സന്ധ്യയിൽ കർത്താവ് നമ്മളോട് ചോദിക്കുക, നിന്റെ ഹൃദയത്തിന്റെ താഴ്വരയിലേക്ക് നോക്കുക. എവിടെയാണ് നീ ഉണങ്ങിയിരിക്കുന്നത്? സ്നേഹത്തിലാണോ? സഹോദര പ്രീതിയിലാണോ? മക്കളുമായുള്ള ബന്ധത്തിലാണോ? ദേഷ്യത്തിന്റെ സ്വഭാവത്തിലാണോ? മാറാത്ത അസൂയയിലാണോ? വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഭാവത്തിലാണോ? അതോ മറ്റുള്ളവരുടെ കാര്യങ്ങളെ അറിയാനുള്ള വ്യഗ്രതയിലാണോ? എവിടെയാണ് നിന്റെ ഹൃദയത്തിന്റെ സ്വഭാവങ്ങൾ, എവിടെയാണ് നിന്റെ ശീലങ്ങൾ ഉണങ്ങിയിരിക്കുന്നത്? എന്നിട്ട് ചോദിക്കുക, ഈ ഉണങ്ങിയിരിക്കുന്നതിന് ഒരു മാറ്റമുണ്ടാകുമോ? എന്നിട്ട് ദൈവത്തിന്റെ പ്രവാചകനോട് പറയുകയാണ്, നീ പ്രവചിക്കുക, ഉണങ്ങിയ അസ്ഥികളെ ദൈവത്തിന്റെ വചനം കേൾക്കുക. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനമേ സത്യമായിട്ടും എൻ്റെ ഉണങ്ങിയ സ്വഭാവങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് എന്നെ അകറ്റുന്ന, ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന, എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നും എൻ്റെ ഈ സ്വഭാവം കൊള്ളില്ല എന്ന്. അതിലേക്കൊക്കെ ദൈവത്തിന്റെ വചനം വരുമ്പോൾ മാത്രമാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത്, ഒരു രൂപാന്തരം ഉണ്ടാകുന്നത്. തിരികെ യെഹസ്കിയേൽ പ്രവാചകനിലേക്ക് പറയാം, എന്താണ് ഇവിടുത്തെ ഉണങ്ങിയ അസ്ഥി, അല്ലെങ്കിൽ ആരാണ് ഇവിടുത്തെ ഉണങ്ങിയ അസ്ഥി? വിശുദ്ധ വേദപുസ്തകത്തിൽ യെഹസ്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആരെയാണ് ഈ ഉണങ്ങിയ അസ്ഥി എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നതെന്ന്. ഉണങ്ങിയ അസ്ഥി എന്ന് പറയുന്നത് ഇസ്രായേലിനെയാണ്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഈ ഉണങ്ങിയ അസ്ഥികൾ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് ആവശ്യപ്പെടുന്ന, അവകാശപ്പെടുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് ഈ ഉണങ്ങിയ അസ്ഥി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ഉണങ്ങിയ അസ്ഥി എന്ന് പറയാൻ കാരണമുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വലിയ 2 പ്രയാസ കാലഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. നമുക്കെല്ലാം അറിയാം. ഒന്നാമത്തെ പ്രയാസകാലം മിസ്രൈമ്യ അടിമത്തം, അവിടെ നിന്ന് കനാനിലേക്കുള്ള യാത്ര, ഇതെല്ലാം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വലിയ പ്രയാസം കൊടുത്ത കാലമാണ്. എന്നാൽ ആ ജനം എവിടെ ചെന്നെത്തി? കനാനിൽ ചെന്നെത്തി. ആദ്യത്തെ പ്രയാസം തീർന്നു. രണ്ടാമത്തെ പ്രവാസകാലം ബാബേൽ പ്രവാസമാണ്. ബാബേൽ പ്രവാസ കാലത്താണ് നെബൂഖദ്നേസറിനെ പോലെയുള്ള ശക്തന്മാരായ രാജാക്കന്മാർ ബാബേലിൽ നിന്ന് കടന്നു വരികയും ഇസ്രായേലിന്റെ ജനത്തെ പിടിച്ചോണ്ട് പോവുകയാണ്. ഇസ്രായേലിന്റെ സ്വത്ത് കൊള്ളയിട്ടുകൊണ്ട് പോവുകയാണ്. ഇസ്രായേലിന്റെ ദേവാലയങ്ങൾ കൊള്ളയിട്ടുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ അവസ്ഥ ശൂന്യം. ഇപ്പൊ ഇസ്രായേലിന്റെ അവസ്ഥ ശൂന്യം. കാരണം ബാബേലിൽ നിന്ന് രാജാക്കന്മാർ കടന്നു വന്ന് ഇസ്രായേൽ ജനത്തെ മുഴുവൻ, അവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ ബാബേലിലേക്ക് പിടിച്ചോണ്ടുപോയി. അതിൽ കുറച്ചുപേരെയൊക്കെ നമുക്കറിയാം, അല്ലേ? ശദ്രക്ക്, മേശക്ക്,
അബേദ്നെഗോ, ദാനിയേൽ എന്നൊക്കെ വിളിക്കപ്പെടും, നെഹമിയാവ്, യെസ്ര, അങ്ങനെ തുടങ്ങുന്ന ഒരു ക്രീമി ലെയർ എന്ന് പറയുന്ന കുറേ യുവജനങ്ങളെ, ശക്തന്മാരായ ആളുകളെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവരുടെ സ്ട്രെങ്താണ് തലമുറ, അല്ലെ? നമ്മുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരണമെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറയ്ക്ക് എന്തെങ്കിലും പറ്റണം, അവരുടെ തലമുറയെല്ലാം പിടിച്ച് ബാബേലിലോട്ട് കൊണ്ടുപോയി. 2, അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയിട്ടുകൊണ്ട് പോയി. അവരുടെ സമ്പത്ത് കൊള്ളയിട്ടുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ നമുക്കാർക്കും ഒന്നും തോന്നത്തില്ല. കാരണം എന്താ? നമ്മുടെ അല്ല. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മഴയൊക്കെയാ, വീട് പൂട്ടിയായിരുന്നോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. മറവിയുള്ളതാ, അറയിലാ പൂട്ടാൻ കൊടുത്തേ, അന്ന് അത് പോട്ടെ, ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ചെറിയൊരു ആന്തൽ വരുന്നില്ലേ ഉള്ളിൽ നിന്ന്? നിങ്ങളുടെ ഇറങ്ങാൻ നേരത്ത് മഴയായിരുന്നു, മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചെല്ലുമ്പോൾ കത്തിപ്പോവും. ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? എന്നാൽ ഇത് മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇസ്രായേൽ. എല്ലാം നമുക്ക് ചിന്ത വന്നപ്പോഴേ ഭയം വന്നു. എന്നാൽ ഇസ്രായേലിന്റെ അവസ്ഥ അങ്ങനെയല്ല, മുഴുവൻ നഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ ആകെ ആശ്രയമായിരുന്നു അവരുടെ ദേവാലയം. ആ ദേവാലയം മുഴുവൻ കൊള്ളയിട്ടുകൊണ്ട് പോയി. അങ്ങനെ കൊള്ളയിട്ടുകൊണ്ടുപോയ ആ ജനത്തോട് എന്താണ് സിയോൻ ഗീതങ്ങൾ പാടാത്തതെന്നാണ് സങ്കീർത്തനം 137 ചോദിക്കുന്നത്. സങ്കീർത്തനം 137 ഇങ്ങനെ പറയുന്നുണ്ട്: ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിലെ അലരി വൃക്ഷത്തിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധന്മാരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീനെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളെ പീഡിപ്പിച്ചവരുടെ നടുവിലിരുന്ന് ഞങ്ങൾ എങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം പാടുമെന്ന് ബാബേലിലിരുന്നൊരു തലമുറ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇസ്രായേലിന്റെ അവസ്ഥ. പ്രിയമുള്ളവരെ, അവരേറ്റം ഉണങ്ങിയിരുന്നു. എന്നാൽ ഈ ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ, ഈ ഇമ്പോസിബിൾ എന്ന് പറയുന്ന അവസ്ഥ, ഈ അസാധ്യം എന്ന് പറയുന്ന അവസ്ഥയിൽ സാധ്യതകളുണ്ട് എന്ന് ദൈവത്തിന്റെ പ്രവാചകനിൽ കൂടി യഹോവയാം ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും നീ ദൈവത്തിന്റെ വചനം അനുസരിക്ക്, നിന്നിൽ മാറ്റമുണ്ടാകും. നിന്റെ സമാധാനം നദി പോലെ ഒഴുകും. നിന്റെ മക്കൾ തിരികെ വന്ന് നിന്നെ സ്നേഹിക്കും. നിന്റെ മക്കൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കും. നിങ്ങൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കും. ഏത് ദുഃഖവുമായിട്ട് കടന്നു വന്നാലും ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അസാധ്യതയുടെ നടുവിൽ സാധ്യതകൾ നൽകുന്നൊരു ദൈവം എനിക്കുണ്ട് എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ കപ്പൽ യാത്ര ചെയ്യുകയായിരുന്നു. അവരിങ്ങനെ കപ്പലിൽ വളരെ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പൽ ആ കാറ്റിൽ ഇങ്ങനെ ആടി ഉലയുകയാണ്. കപ്പൽ അതിന്റെ ദിശ തെറ്റി വലിയൊരു കല്ലിൽ ചെന്ന് ഇടിച്ചത് മാത്രം അയാൾക്ക് ഓർമ്മയുണ്ട്. പിന്നീട് അയാൾ കണ്ണു തുറന്നപ്പോൾ അയാൾ ഒരു തീരത്ത്, ഒരു ഐലൻഡില് അടിഞ്ഞതായിട്ട് അയാൾ കണ്ടു. അയാൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചുറ്റിലും അയാൾക്ക് പരിചയമുള്ള ആരുമില്ല. ആ ഐലൻഡിൽ കൂടെ എല്ലാം അയാൾ ഓടി നോക്കി. മണലല്ലാതെ മറ്റൊന്നും അയാൾക്ക് കാണാൻ സാധിച്ചില്ല. അയാൾ അലറി വിളിച്ചു നോക്കി. ആരും അയാളുടെ ശബ്ദത്തിൽ പ്രതികരിച്ചില്ല. ശക്തിയായ തണുത്ത കാറ്റ് വീശുന്നു. അയാൾക്ക് മനസ്സിലായി ഇത് തണുപ്പുള്ള പ്രദേശമാണ്. താൻ എന്തു ചെയ്യുമെന്ന് അയാൾ ചിന്തിച്ചു. അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, കല്ലുകൾ തമ്മിൽ കൂട്ടിയുരച്ച് തീ ഉണ്ടാക്കാമെന്ന്. അയാൾ കല്ലുകൾ തമ്മിൽ കൂട്ടിയുരച്ച് തീ ഉണ്ടാക്കി. ചില വിറകു കൊള്ളികൾ അവിടെ ഇട്ടു. എന്നിട്ട് തീ കാഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അയാൾക്ക് വിശന്നു. അയാൾ അടുത്തുള്ള മരത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ചു ഭക്ഷിച്ചു. അയാൾ അപ്പോൾ ചിന്തിച്ചു, രാത്രി കടന്നു വരും, തനിക്ക് തല ചായ്ക്കാൻ, തണുക്കാതെ ഇരിക്കാൻ ചെറിയൊരു ഷെഡ് വേണം. അയാൾ ഓടി നടന്ന് സന്ധ്യയ്ക്ക് മുൻപ് ഒരു ചെറിയ ഷെഡൊക്കെ തട്ടിക്കൂട്ടി കൊച്ചു മരങ്ങൾ കൊണ്ടൊക്കെ അയാൾ തൽക്കാലം ഇലകൾ വെച്ചൊക്കെ തനിക്ക് കയറിക്കിടക്കാൻ ഒരു ചെറിയ ഷെഡ് വെളുപ്പോളം അയാൾ പണിതിട്ട് അയാൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം സന്ധ്യയിലും അയാൾ അതുപോലെ തീയരിച്ച് കാവൽ നിന്നു. അതിനുശേഷം അയാൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ശക്തിയായ ചൂടടിച്ചപ്പോൾ അയാൾ ചാടി എഴുന്നേറ്റു. ഈ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, തൻ്റെ ആകെയുള്ള ഇപ്പോഴുള്ള താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ ഷെഡ് കൂടി ഈ തീപ്പൊരി തെറിച്ച് തീ പിടിച്ചിരിക്കുകയാണ്. അയാൾക്കിപ്പോൾ ഉണ്ടായത് നേരത്തേക്കാൾ ഇരട്ടി നിരാശയാണ്. അയാൾ പൂഴി മണ്ണ് വാരി തലയിലിട്ട് ദൈവത്തെ പഴി പറഞ്ഞ് അയാൾ കരഞ്ഞ് അയാൾ പണിതുയർത്തിയ ആ ഒരു കുടിൽ നോക്കി അയാൾ കരയാണ്. അയാൾ താൻ എന്തൊക്കെയോ പറയാണ്. തൻ്റെ സന്തോഷം നശിച്ചു,
തൻ്റെ കുടുംബം നശിച്ചു, താൻ ഏത് ദിക്കിലാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോഴിതാ ഈ തുരുത്തിലും തനിക്കൊരു സമാധാനമില്ലെന്ന് പറഞ്ഞ് അയാൾ ദൈവത്തെ പഴിച്ചുകൊണ്ടിരുന്നു. അയാൾ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ സൈറൻ ശബ്ദം അയാൾ കേൾക്കുകയാണ്. ഒരു കപ്പലിതാ ഈ തുരുത്തിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ വരികയാണ്. ഈ തുരുത്തിനെ ലക്ഷ്യമാക്കി വരുന്ന കപ്പൽ കണ്ടപ്പോൾ അയാൾ ചാടി എഴുന്നേറ്റു. അയാളിട്ടിരുന്ന വസ്ത്രമൂരി ആ തുരുത്തിൽ നിന്ന് അയാൾ വീശി കാണിച്ചു. കപ്പൽ ആ കരയോടടുത്ത് വന്നു. അയാൾക്ക് ഈ കപ്പൽ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും സങ്കടവും വന്നു. കപ്പിത്താൻ ആ കപ്പലിൽ നിന്ന് ചാടിയിറങ്ങി അയാളോട് ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾ ഇവിടെ എത്തിയത്? കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ടതിന് ശേഷം അയാൾ തിരികെ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഈ തുരുത്തിലുണ്ട് എന്ന്? കപ്പിത്താൻ അയാളോട് മറുപടിയായി പറഞ്ഞു, രാത്രിയിൽ ദൂരെ നിന്ന് വലിയ തീയുടെ വെളിച്ചവും ആ പുകച്ചുരുളുകളും ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടു. അപ്പോൾ ഇവിടെ ആരോ സഹായത്തിനായിട്ട് തീ കൂട്ടിയതാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞങ്ങൾ ഈ ദിശ നോക്കി ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു. അയാൾ അത്രയും നേരം പഴിച്ച ദൈവത്തെ മുട്ടുകൾ മടക്കി കണ്ണുനീരോടുകൂടി സ്തോത്രം പറഞ്ഞു. കർത്താവേ, എൻ്റെ കണ്ണിൽ ഞാൻ പണിതുയർത്തിയ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിന്നെ പഴിച്ചുവെങ്കിലും ആ തീയും ആ പുകയുമാണ് ഇന്ന് എന്നെ രക്ഷിക്കുവാൻ കപ്പലിൽ വന്നു ചേർന്നത് എന്ന് ഞാൻ ഇന്നറിഞ്ഞ് നിന്നെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സ്വപ്നം കാണുന്ന പലതും തകർന്നു പോവും. അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ പഴിക്കും. അപ്പൊ കർത്താവ് നമ്മളോട് പറയും, ഈ നിത്യ തേജസ്സിന്റെ കനം ഓർക്കുമ്പോൾ ഈ ഞൊടി നേരത്തേക്കുള്ള കഷ്ടം സാരമില്ല. ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടത, ഇന്ന് നീ അനുഭവിക്കുന്ന നിന്ന, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങള്, ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെ നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ കെട്ടിപ്പൊക്കുന്നത് തീ വെന്തു പോയിട്ടുണ്ടെങ്കിൽ, നീ ആഗ്രഹിച്ചതുപോലെ മക്കൾ വന്നില്ല എങ്കിൽ അവരുടെ ഭാവിയെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഞാൻ നിന്നെ തള്ളിക്കളയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോടും അടുത്തു വരും. ഇവിടെ ഏലിയാവ് നമുക്കെല്ലാം കാണാതെ അറിയാം. ഏലിയാവ് കരീത്തിന്റെ തോട്ടിലിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, കാക്കയാൽ ആഹാരം തന്ന് പോറ്റുന്ന ഒരു ദൈവത്തെ കണ്ടു. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏലിയാവ് കാക്കയെ ഇങ്ങനെ കാത്തുകാത്ത് നിൽക്കുകയാണ്. ഏലിയാവ് കാക്കയെ കാത്തുകാത്ത് നിന്നപ്പോൾ കാക്കയുടെ വരവ് മതി എന്ന് യഹോവയാം ദൈവവും ചിന്തിച്ചു. പലപ്പോഴും അയച്ച ദൈവത്തെക്കാൾ കൂടുതൽ വരുന്ന കാക്കയിൽ ആശ്രയിക്കുന്നവരാ നമ്മള്. നൽകുന്ന ദൈവത്തെക്കാൾ കൂടുതൽ, ദാതാവായ ദൈവത്തെക്കാൾ കൂടുതൽ ഈ ലോകം തരുന്ന സന്തോഷം ഞാൻ ഉണ്ടാക്കി എന്നാ നമ്മളെപ്പോഴും പറയാ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, വേണമെങ്കിൽ നീ ഇവിടെ താമസിച്ചാൽ മതി, അല്ലേ? ഞാൻ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. ഇന്ന് പലപ്പോഴും അഹങ്കാരത്തോടെ നമ്മൾ പറയുമ്പോൾ ഓർക്കണം പ്രിയമുള്ളവരെ, ഇതെല്ലാം തന്നത് എൻ്റെ ഒരു ഞൊടി നേരം മതി ഇതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരികെ പോകാനും. ആകയാൽ ചില വീണ്ടെടുപ്പുകൾ വേണം. ഈ വീണ്ടെടുപ്പ് ഉണ്ടാകണമെങ്കിൽ ചില അഴിച്ചുപണികൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒരിക്കൽ ഇങ്ങനെ ഒരു പാടവരമ്പത്തുകൂടെ ഒരു കാളവണ്ടി ഇങ്ങനെ പോവുക. ഈ കാളവണ്ടിയിൽ കൂടെ കാളവണ്ടിക്കാരൻ കാണുക, വലിയ ചുമടും ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ, ഒരു വൃദ്ധൻ നടന്നു പോകുക. ഈ കാളവണ്ടിക്കാരൻ ആ വൃദ്ധന്റെ മുൻപിൽ വണ്ടി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഈ കാളവണ്ടിയിലേക്ക് കയറിക്കോളൂ. ഈ കാളവണ്ടിയിലേക്ക് അയാൾ കാളവണ്ടിയിലേക്ക് കയറി. ഈ കാളവണ്ടിക്കാരൻ വലിയ പ്രതീക്ഷയോടുകൂടി പുത്തൻ കൂട്ടുകാരനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ പുറകിൽ നിന്ന് മൂളലും ഞരക്കവും മാത്രമേ മറുപടിയുള്ളൂ. നമ്മുടെയൊക്കെ വീട്ടിലെയും ചില പ്രശ്നങ്ങൾ അങ്ങനെയല്ലേ? നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് മൂളിക്കൂടെ, ഒന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ നമ്മൾ മക്കളോടും നമ്മുടെ കൂടെ ജീവിത പങ്കാളിയോടൊക്കെ ചോദിക്കാറില്ലേ? കേട്ടെങ്കിൽ ഒന്ന് വാ തുറന്ന്. ഇയാളും ഒന്നും മൂളുന്നില്ല, പറയുന്നില്ല, മൂളുന്നു മാത്രമേ ഉള്ളൂ. കുറേ നേരം മൂളലായപ്പോൾ ഈ കാളവണ്ടിക്കാരൻ ഇങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കി, എന്താണ് ഇയാളൊന്നും പറയാത്തത്? നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, അദ്ദേഹം കാളവണ്ടിയിൽ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോഴും ആ തലയിലെ ചുമട് കാളവണ്ടിയിൽ വെച്ചിട്ടില്ല, തലയിൽ തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഭാരം കൊണ്ടാണ് ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്തത്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടം പോലെ നോമ്പ് നോക്കുന്നുണ്ട്, ഇഷ്ടം പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വചനം കേൾക്കുന്നുണ്ട്. വചനം ഏറ്റവും സമീപത്ത്, അല്ലേ? വിശുദ്ധ വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകം പറയുന്നുണ്ട്, വചനം നിനക്ക് ഏറ്റവും സമീപത്ത്, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ. എന്നാൽ ഇന്ന് വചനം ഏറ്റവും സമീപത്ത്. അടുക്കളയിൽ നിൽക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിന്റെ മേളിൽ ചാരി വെക്കും. എന്നിട്ട് എന്താണ്? വചനം കേൾക്കുവാണ്. കിടക്കാൻ പോവുകയാണെങ്കിൽ കട്ടിലെ ചാരി വെച്ച് കേൾക്കും. സെറ്റിയിലിരിക്കുകയാണെങ്കിൽ
ടീപ്പോയിൽ വെച്ച് കേൾക്കും, ബാക്കിയുള്ള സമയത്ത് TV-യിലും കേൾക്കും. കേൾവിക്ക് മാത്രം ഒരു കുറവും. എന്നാൽ കേൾക്കുന്നത് അതിനെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണമെന്ന് സ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേൾക്കുന്ന വചനം വെറുതെ ഒഴുകിപ്പോകരുതെന്നാണ് എബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. കേൾക്കുന്ന വചനത്തെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നിർജീവ അവസ്ഥകളിൽ നിന്നൊക്കെ ഒരു വീണ്ടെടുപ്പ്. ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പോയി ഇല്ലേ. നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാറില്ലേ, ഇനി ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ പറയും പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, ചില വാതിലുകൾ അടഞ്ഞു കിടക്കുന്നതാണ് നല്ലത്, കാരണം അതിൽ നിന്ന് ഇനി ഒരു കാറ്റോ വെളിച്ചമോ വരികയില്ല. എന്നാൽ അങ്ങനെയല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവനടച്ചാൽ ആര് തുറക്കും? അവൻ തുറന്നാൽ അതാരും അടയ്ക്കയില്ല. എന്നാൽ നിർജീവാവസ്ഥ. അപ്പൊ നമുക്ക് വീണ്ടെടുപ്പ് വേണ്ടത് എവിടെ നിന്നാണ്? ഒന്നാമതായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വീണ്ടെടുപ്പ് വേണ്ടത് നിർജീവ അവസ്ഥകളിൽ നിന്നാണ്. ഈ നിർജീവ അവസ്ഥകളിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പ് നമ്മൾ പറയും റിഡംഷൻ ഫ്രം ദ ഡോർമെന്റ് സ്റ്റേജ് എന്ന് പറയും. നിർജീവ അവസ്ഥകളിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ വേണം. എന്തുകൊണ്ടാ നമ്മുടെ ജീവിതത്തിലൊക്കെ ചില നിർജീവത്വം ഉണ്ടാകുന്നത്? ഇനി പറഞ്ഞിട്ടൊന്നും എന്തുകൊണ്ടാ? നമ്മൾ ജീവിതം വിചാരിച്ച വഴി കൂടെ കാര്യങ്ങൾ പോകാതെ വരുമ്പോൾ, ട്രാക്ക് മാറി ഓടുമ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് നിരാശ. ട്രാക്ക് മാറി ഓടുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന കാര്യമാണ് നിരാശ. ഈ നിരാശ എന്തിലേക്ക് പോകുമെന്നറിയാമോ? നിസ്സംഗത. ഇനിയിപ്പൊ എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. ഈ നിസ്സംഗത എന്തിലേക്ക് പോകുമെന്നറിയാമോ? നിഷ്ക്രിയത്വത്തിലേക്ക് പോകും. ഇനി അതിനു വേണ്ടി ഞാൻ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ പേര് പറഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിലൊരു വഴക്കുണ്ട്. ഈ നിഷ്ക്രിയത്വം വീണ്ടും നിർജീവത്വത്തിലേക്ക്, അതും ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് പോകുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ നിന്റെ ശേഷിപ്പിനെയൊക്കെ ഒന്ന് ശക്തീകരിക്കുക. ജീവിതത്തിൽ നമ്മളോടാണ് കർത്താവ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം, ജീവനുണ്ട് എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എവിടെയാണ് മരിച്ച അവസ്ഥ? സ്നേഹബന്ധത്തിലാണോ? കുടുംബ ബന്ധത്തിലാണോ? എത്രയോ ദിവസങ്ങളായിട്ട് ഒരു വീട്ടിൽ സംസാരിക്കാതെ ഇന്ന് വചനം കേൾക്കാൻ കടന്നു വന്നിട്ടുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരിക്കുമെന്നറിയോ? എത്രയോ ഭവനങ്ങളിൽ സഹോദരങ്ങൾ തമ്മില്, അമ്മായിയമ്മയും മരുമോളും തമ്മില്, മക്കള് തമ്മില് ജീവനുണ്ട് എന്ന് പേരുണ്ട്, അപ്പനാണെന്ന പേരുണ്ട്, അമ്മയാണെന്നൊരു പേരുണ്ട്, മക്കളാണെന്നൊരു പേരുണ്ട്. പക്ഷെ പരസ്പരം ദൈവസ്നേഹം, ആത്മബന്ധമില്ലാതെ ജീവനുണ്ട് എന്നെനിക്ക് പേരുണ്ടെങ്കിലും കർത്താവേ, എവിടെയാണ് ഞാൻ, എൻ്റെ ഭവനം, എൻ്റെ കുടുംബം, എൻ്റെ ദേവാലയത്തിലെ ബന്ധം മരിച്ചു പോയത്? ഉണങ്ങിയ അസ്ഥി. ജീവിക്കണമെങ്കിൽ ബന്ധങ്ങളിൽ സ്നേഹം, വിശ്വസ്തത, ശുശ്രൂഷ മനോഭാവം. നമ്മളെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നവരാ അല്ലേ? മൊബൈൽ ഉപയോഗിക്കുന്നവരാ നമ്മളെല്ലാം. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു തലമുറ കഴിഞ്ഞ് മുന്നോട്ടുള്ളവരുടെ എല്ലാം പ്രത്യേകത, ഈ മൊബൈലിൽ ഒരു 80% ആകുമ്പോഴേ നമ്മൾ കൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ മക്കളൊക്കെ ഒരു 10% ആയാലും പറയും, മമ്മി അതിന് കുഴപ്പമില്ല, ഒരു 2 മണിക്കൂർ കൂടെ ഓടും. പക്ഷെ നമ്മളപ്പോഴും പറയും, മോനെ നിന്റെ ഒന്ന് ഊരിക്കേ, ഞാൻ എൻ്റെ ഒന്ന്. കാരണം എന്താ? 80 നമുക്ക് എപ്പോഴും അത് 100 കാണണം. നമുക്ക് എപ്പോഴും ബാറ്ററി ചാർജ് എത്രയാവണം? 95 ആകുമ്പോഴത്തേക്ക് ചില പ്രായമുള്ളവർ അസ്വസ്ഥരാകും. ഇത് ബന്ധങ്ങളിലും വേണം. ദൈവവുമായുള്ള ബന്ധങ്ങളിൽ, മനുഷ്യരുമായുള്ള ബന്ധങ്ങളിലും. എവിടെയാണ് കർത്താവേ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ബാറ്ററി ലോ ആയിരിക്കുന്നത്? വ്യക്തിപരമായ പ്രാർത്ഥനയിലാണോ? അതോ കുടുംബ പ്രാർത്ഥനയിലാണോ? എവിടെയാണ്? ചില കാത്തിരിപ്പുകളിൽ ഞാൻ തളർന്നു പോകാറുണ്ടോ? നിർജീവാവസ്ഥയിൽ നിന്ന് വീണ്ടെടുപ്പുണ്ടാകണമെങ്കിൽ ഒന്ന്, ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. നിർജീവാവസ്ഥയിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ടാകണമെങ്കിൽ ചില കാത്തിരിപ്പുകൾ. ഇത് കേൾക്കുമ്പോൾ പലരുടെ ഹൃദയത്തെ കൂടെ പോവും, കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, എൻ്റെ വിഷയത്തിൽ ഒരു മാറ്റവും. എന്നാൽ 2 ശമൂവേൽ പുസ്തകം 21-ാം അധ്യായത്തിൽ,
കാത്തിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ഒരു സ്ത്രീയെ കാണാൻ സാധിക്കും. 2 ശമൂവേൽ പുസ്തകം 21 അധ്യായത്തിൽ ആ സ്ത്രീയെ കാണുന്നു. ആ സ്ത്രീയുടെ പേര് റിസ്പ എന്നാണ്. അവൾ എന്തിനു വേണ്ടി കാത്തിരുന്നു, അവൾ ആർക്കു വേണ്ടി കാത്തിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം 21 അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമം ഉണ്ടാകുകയാണ്. ദാവീദ് രാജാവ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ യഹോവയാം ദൈവം ദാവീദിനോട് പറഞ്ഞു, ശൗൽ ഗിബെയോന്യരെ ഈ ദേശത്ത് കൊന്നതുകൊണ്ട്, ഗിബെയോന്യരുടെ രക്തം വീണതുകൊണ്ടാണ് ഈ ദേശത്ത് മഞ്ഞും മഴയും പെയ്യാതെ ഈ ദേശം ഇങ്ങനെ വരണ്ടു കിടക്കുന്നത്. ഈ ഗിബെയോന്യർ എന്ന് പറയുന്നത് ഇസ്രായേലിനല്ല, അമോന്യരിൽ നിന്ന് ശേഷിച്ചവരാണ്. അത് 21 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പറയുന്നുണ്ട്. അപ്പോൾ ദാവീദ് രാജാവ് കാര്യം മനസ്സിലായി. ദാവീദ് രാജാവ് ഗിബെയോന്യരിൽ ശേഷിച്ചവരെ വിളിച്ചു. അവരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ തലമുറയെ ഈ ദേശത്തിന്റെ രാജാവായിരുന്ന ശൗൽ രാജാവ് കൊന്നൊടുക്കിയത് കൊണ്ടാണ് ഈ ദേശത്ത് മഞ്ഞും മഴയും പെയ്യാത്തത്. പ്രതിക്രിയയായിട്ട് ഞാൻ എന്തു ചെയ്താൽ നിങ്ങൾ ഞങ്ങളുമായി പൊരുത്തപ്പെടും? ഗിബെയോന്യര് മറുപടിയായിട്ട് പറയുന്നു, ഞങ്ങളുടെ തലമുറയെ ഈ ദേശത്ത് കൊന്നൊടുക്കിയ ശൗലിനോട് പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ ഒരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല. ഒരു പൊന്നോ വെള്ളിയോ കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല. മറിച്ച് ഞങ്ങളുടെ തലമുറയെ കൊന്ന ശൗലിന്റെ തലമുറയെ ഞങ്ങളുടെ കയ്യിൽ യഹോവയുടെ മുൻപാകെ ഏൽപ്പിച്ചു തരണം. തന്റെ ദേശത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദാവീദ് രാജാവ് ശൗലിന്റെ അവശേഷിച്ച 7 മക്കളെയും ഗിബെയോന്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഗിബെയോന്യര് 9-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവർ അവരെ മലയിൽ യഹോവയുടെ മുൻപാകെ ശൗലിന്റെ 7 മക്കളെയും കെട്ടിത്തൂക്കി കൊന്നു എന്ന വാർത്ത ആ ദേശമെല്ലാം പരന്നു. അത് കൊയ്ത്തുകാലത്തിന്റെ ആദ്യ ദിവസമായിരുന്നു. യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലായിരുന്നു അത് വലിയ ഉത്സവത്തിന്റെ സമയം. എല്ലാവരും യവക്കൊയ്ത്തിനായിട്ട് പോയി. കാരണം അവർക്ക് ഇനിയുള്ള നീക്കിയിരിപ്പാണ് ആ കൊയ്ത്തുകാലം. എന്നാൽ ഈ വാർത്ത അറിഞ്ഞിട്ടും കൊയ്ത്തിനു പോകാതെ മലമുകളിലേക്ക് ഓടിയ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ പേര് റിസ്പ എന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ വലിയ പ്രഗത്ഭയായ സ്ത്രീയൊന്നുമല്ല റിസ്പ. റിസ്പയെ കുറിച്ച് 2 സ്ഥലത്തെ പറയുന്നുള്ളൂ. ഒന്നാമതായിട്ട് പറയുന്നത് 2 ശമൂവേൽ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില്, രണ്ടാമതായിട്ട് പറയുന്നത് 2 ശമൂവേൽ പുസ്തകം 21-ാം വാക്യത്തിലാണ് പറയുന്നത്. ഈ 21-ാം അധ്യായത്തിലാണ് പറയുന്നത്. റിസ്പയെ കുറിച്ച് ഇങ്ങനെയാണ് 2 കാര്യങ്ങൾ പറയുന്നത്. 1, റിസ്പ ശൗലിന്റെ വെപ്പാട്ടിയാണ്. 2, അയ്യാവിന്റെ മകളായ റിസ്പ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആരുടെ മകളായ റിസ്പ? അയ്യാവിന്റെ മകളായ റിസ്പ. ഈ റിസ്പ ഒരു സാധാരണക്കാരിയാണ്. അനേക രാജ്ഞിമാരും അനേക വെപ്പാട്ടിമാരും ആ ദേശത്തിൽ പലരും ഉണ്ടായിട്ടും എല്ലാവരും മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരായപ്പോഴും ഈ റിസ്പ എന്ന് പറയുന്ന സ്ത്രീ മാത്രം ഈ മലമുകളിലേക്ക് ചെല്ലുകയാണ്. അവിടെ നിന്ന് 7 ശവങ്ങളും താഴെ ഇറക്കുകയാണ്, പാറമേൽ കിടത്തുകയാണ്, ചാക്കുശീല കൊണ്ട് പൊതിയുകയാണ്. എന്നിട്ട് 10-ാം വാക്യത്തിൽ പറയാണ്, റിസ്പ ചാക്കുശീലയെടുത്ത് പാറമേൽ വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്തു നിന്ന് അവരുടെ മേൽ മഴ പെയ്യും വരെയും പകലാകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടാൻ സമ്മതിക്കാതെ ഇരുന്നു. റിസ്പയുടെ ദൃഢനിശ്ചയം, നിർജീവമായിരിക്കുന്ന ഒരു ശവത്തിന് വാശിയോടെ കാവൽ നിന്ന, പ്രതീക്ഷയോടെ കാവൽ നിന്ന ഒരു സ്ത്രീ ആകാശത്തിൽ നിന്ന് മഴ പെയ്യുന്ന കാലം വരെയും ദിവസം വരെയും ആ ശവത്തെ പാറയുടെ മുകളിൽ കിടത്തി ചാക്കുശീല കൊണ്ട് പൊതിഞ്ഞു. ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ ഈ ശവം തിന്നാതെ ഇരുപ്പാൻ രാത്രിയും പകലുമെന്നില്ലാതെ റിസ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ കാവൽ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, റിസ്പയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ശവത്തിന് കാവൽ നിന്നിട്ട് കാര്യമില്ല. കാരണം അത് മരിച്ചതാണ്, ഈ നിർജീവമാണ്. ഇനി അതിന് എഴുന്നേൽപ്പില്ല, ഇനി ഒരു മാറ്റമില്ല. അത് 100% സത്യമാണ്. എങ്കിലും ആകാശത്തു നിന്ന് കൃപ മഴ പോലെ പെയ്യുവോളം അവൾ കാവൽ നിന്നു. ഈ വാർത്ത അങ്ങ് കൊട്ടാരത്തില് ദാവീദ് രാജാവ് അറിയുകയാണ്. ദാവീദ് രാജാവിന്റെ മനമിളകുകയാണ്. ദാവീദ് ദൂരെ നിന്ന് ശൗലിന്റെയും യോനാഥാന്റെ അസ്ഥികൾ ശേഖരിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ഈ 7 പേരുടെ അസ്ഥികൾ ശേഖരിച്ച് കല്ലറയ്ക്കുള്ളിൽ പിതാക്കന്മാരെ പോലെ മാനമായിട്ട് അടക്കം ചെയ്തു.
അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നിർജീവമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാത്തിരിക്കാൻ റിസ്പ എന്ന് പറയുന്ന സ്ത്രീക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സന്ധ്യയിൽ എങ്ങനെയാണ് ഞാനും നിങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിർജീവമായി പോയിരിക്കുന്ന പലതിനു വേണ്ടി കാത്തിരിക്കേണ്ടെന്ന് കർത്താവ് പറയുകയാണ്. ക്രിസ്തുവാകുന്ന പാറമേൽ രാത്രി എന്നില്ല പകലെന്നില്ലാതെ കണ്ണുനീരോടുകൂടി ഈ ദേശത്ത് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവാകുന്ന ചാക്കുശീലകൾ കൊണ്ട് പൊതിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഇത്രത്തോളമായി തീർന്നത്. അങ്ങനെ കണ്ണുനീരൊഴുക്കിയ ഒരു പിതാക്കന്മാരുടെ വരും തലമുറയാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പോഴുള്ള തലമുറയാണ് നമ്മൾ ഓരോരുത്തരും. ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി അസാധ്യതകളുടെ നടുവിൽ കർത്താവേ, എനിക്കറിയാം ഞാൻ കാത്തിരിക്കേണ്ടി വരും, എങ്കിലും ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും, ഈ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിക്കാത്തപ്പം ഈ ട്രാഫിക് സിഗ്നൽ ഒന്ന് ഓർക്കണം. ഈ ട്രാഫിക് സിഗ്നലിന്റെ പ്രത്യേകത എന്താ? ഈ ട്രാഫിക് സിഗ്നലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ മഞ്ഞ ലൈറ്റ് കാണുമ്പോൾ നമ്മൾ പറയും, ശോ, 1 മിനിറ്റ് നേരത്തെ വന്നിരുന്നേ നമുക്ക് അപ്പുറത്ത്. പക്ഷെ കർത്താവ് നമ്മളോട് പറയുകയാണ്, വേണ്ട, അതിനു നിനക്ക് സമയമായിട്ടില്ല. നിന്റെ കൂടെ ഉള്ളവരെല്ലാം ഉയർന്നു കാണും, സാരമില്ല, എനിക്ക് നിന്നെ കുറിച്ചുള്ള പദ്ധതി വ്യത്യസ്തമാണ്, എനിക്ക് നിന്നെ കുറിച്ചുള്ള പദ്ധതി വേറെയാ. എന്നാൽ നമ്മുടെ ചില പ്രാർത്ഥനകള് പച്ച ലൈറ്റാ. പ്രാർത്ഥിക്കുമ്പോഴേ കാര്യം. ഇപ്പൊ നമ്മൾ 10 പേരോട് പറയും, ഓ ഞങ്ങൾ ഈ പള്ളിയിൽ വന്നു പ്രാർത്ഥിച്ചു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതെന്റെ ദൈവത്തിന്റെ പദ്ധതിയാ. എന്നാൽ ചില പ്രാർത്ഥനകളുണ്ട് വർഷങ്ങളായിട്ട് ചുമന്ന ലൈറ്റാ. അത് കർത്താവ് പറയുന്നത് എന്താ? അതിനും എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതിനും എനിക്ക് ചില പ്ലാനുകളുണ്ട്. ഈ നിർജീവാവസ്ഥയിൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത് നിർജീവാവസ്ഥ ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ചില തടസ്സങ്ങളാ. നമ്മളെല്ലാം ഭക്തന്മാരാണല്ലേ, നമ്മളെല്ലാം വിശ്വാസികളാണ്. പക്ഷെ നമുക്കെല്ലാം ഈ പ്രത്യാശയാണോ നിരാശയാണോ മുൻപിലെന്ന് നമ്മൾ ചിന്തിക്കണം. വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാ? വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് ഏലിയാവിനെയാ. ഏലിയാവ് അധമന്മാരിൽ അധമനായ അഹാബ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലാൻ ഇസബേൽ രാജ്ഞി അശേർ വിഗ്രഹങ്ങളുടെ മുൻപിൽ തലകുനിക്കുന്നവരുടെ മുൻപിൽ കടന്നു എന്നിട്ട് പറയാണ്, ഞാൻ സേവിക്കുന്ന യഹോവയാണേ, ഞാൻ പറയാതെ ആകാശത്ത് നിന്ന് മഴയോ മഞ്ഞോ ഇനി പെയ്യില്ല. അതിന്റെ പേരാ വിശ്വാസം. എൻ്റെ ദൈവം പറയാതെ, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഇന്ന് നമ്മുടെ പല പ്രാർത്ഥനകളും വിശ്വാസം കൊണ്ടൊന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന, പേടിയുള്ളത് കൊണ്ടാണ് അല്ലേ? ചില പ്രാർത്ഥന എന്താണെന്നറിയോ? കാലാകാലങ്ങളായിട്ട് അപ്പനപ്പാപ്പന്മാരായിട്ട് പഠിപ്പിച്ചു. നമ്മളും ക്രിസ്മസിന് 25 ദിവസം നോമ്പെടുക്കണം. തലയാഴ്ച എബിയച്ചൻ പറയും അടുത്ത ആഴ്ച തൊട്ട് എൽദോ നോമ്പ് ആരംഭിക്കുകയാണ്, എന്നാ പിന്നെ എടുത്തേക്കാം അല്ലേ? അത് കഴിയുമ്പോൾ അച്ഛൻ പറയും അടുത്തതായി നമുക്ക് 3 നോമ്പ്, എന്നാ പിന്നെ എടുത്തേക്കാം. 20, എന്നാ പിന്നെ 50 എടുത്തേക്കാം. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തു വരുന്ന കുറെ കാര്യങ്ങൾ, അത് ചിലപ്പോൾ വിശ്വാസം കൊണ്ടൊന്നും ആയിരിക്കത്തില്ല. കാലാകാലങ്ങളെ പേടിയാ, അത് നിർത്താനുള്ളൊരു പേടി. ചില കാര്യങ്ങൾ എന്തിനാണെന്ന് പോലും. പക്ഷേ ദൈവത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ നമ്മൾ സ്വയം തടസ്സങ്ങൾ സൃഷ്ടിക്കരുത്. നമ്മളുടെ പ്രധാന ജോലി എങ്കിലെന്നറിയോ? നമ്മളിൽ കൂടുതൽ ആളുകളും ഇന്നലകളിൽ ജീവിക്കുന്നവരാ. എപ്പോൾ ജീവിക്കുന്നവരാ? എനിക്ക് പറ്റിയില്ലല്ലോ, എനിക്ക് സാധിച്ചില്ലല്ലോ, ഞങ്ങൾ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ. നമ്മളിൽ കുറച്ചു പേരെങ്ങനെയാണെന്നറിയോ? നാളെയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് തീരുന്നവരാ. എന്തായി തീരും? ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മളെ നോക്കുവോ ഇങ്ങനെ പോയാൽ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയാണ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, എണ്ണി നോക്കുക. എണ്ണിയാൽ തീരാത്ത നന്മകൾ കൊണ്ടല്ലേ ദൈവം ഇത്രയും നാള് നമ്മളെ അല്ലേ എണ്ണി നോക്കുക. ഒന്ന് തിരിഞ്ഞു നോക്കുക. 20 വർഷം മുൻപുണ്ടായിരുന്ന കൊറ്റമ്പള്ളിയിലെ അവസ്ഥയാണോ ഇന്ന് എൻ്റെ വീട്ടിൽ? ആ വണ്ടിയിലാണോ ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്? ആ വീട്ടിലാണോ ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത്? ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി തൃപ്തിയോടുകൂടി ഓരോ സന്ധ്യയിലും കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, ഓരോ സന്ധ്യയിലും എണ്ണി ദൈവം ചെയ്ത നന്മകൾ മക്കളുടെ മുൻപിൽ പറയുമ്പോൾ, അതാണ് ഇസ്രായേൽ ജനം കനാനിലെത്തിയപ്പോൾ യഹോവയാം ദൈവം പറഞ്ഞത്, ഇത് നിങ്ങൾക്കൊരു ചട്ടമായിരിക്കണം, നിങ്ങളിത് ആചരിക്കണം, നിങ്ങളുടെ തലമുറ ഇത് കേട്ട് പഠിക്കണം. അങ്ങനെയാ നമ്മൾ പെസഹായും ഒക്കെ ആഘോഷിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിലിരുന്ന്, മക്കളെ, നമുക്ക് ഈ ദേശത്തൊന്നും ഇല്ലായിരുന്നു,
നമ്മുടെ അപ്പച്ചൻ ഈ ദേശത്തൊന്നും ഇല്ലാത്തവനായിട്ടാ വന്നേ. ഇന്ന് ഈ കാണുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാ. എന്നിട്ട് തൃപ്തിയോടുകൂടി അതിനെന്ത് ചെയ്യണമെന്നറിയോ? നമുക്കില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മുടെ മോള് BSc നഴ്സിങ്ങിന് പോവാത്തതല്ല നമ്മുടെ പ്രശ്നം. മറിച്ച് നമ്മുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരുന്ന പലരും ഓസ്ട്രേലിയയിൽ ഇപ്പൊ പോയിരിക്കുന്നത് അവരുടെ മക്കൾ അവിടെ ആയതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം. കർത്താവേ, മറ്റുള്ളവരിലേക്ക് നോക്കാതെ നീ തന്ന ദാനത്തിലേക്ക് നോക്കാൻ ഞങ്ങളെ തൃപ്തിയോടെ പഠിപ്പിക്കണമേ. വീണ്ടും വിശുദ്ധ മത്തായി ശ്ലീഹാ സുവിശേഷം 7-ാം അധ്യായം 27-ാം വാക്യം പറയാ, വിചാരപ്പെടുന്നത് കൊണ്ട് ആയുസിന്റെ 1 മുഴം കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരാൻ സാധിക്കാറുണ്ടോ? ദൈവസന്നിധിയിൽ ആയിരിക്കാൻ സാധിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ നിർജീവ അവസ്ഥയിൽ നിന്നൊരു വീണ്ടെടുപ്പ്. ഈ കഴിഞ്ഞ ദിവസം സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരാളെ പരിചയപ്പെടാൻ ഇടവന്നു. അപ്പം ഒരു പെട്രോൾ പമ്പിൽ നടത്തുന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇന്ന പള്ളിയിലുള്ള ഇന്ന ആൾച്ചൻ്റെ വൈഫാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കൊച്ചപ്പം ഞാൻ അങ്ങനെ പള്ളിയിലൊന്നും ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, സാധിക്കാറില്ല. അപ്പം ഞാൻ ഓർത്തു പള്ളി അവിടെ നിന്ന് മാറ്റിയോ ഇനി അവർ. സംഭവമൊന്നുമല്ല, 40 വർഷമായിട്ട് ഞാൻ ഗൾഫിലായിരുന്നു. ഞാൻ പിന്നെ അവിടുന്ന് ഗൾഫിൽ നീങ്ങി പോന്നു. ഇവിടെ വന്ന് ഞാനൊരു പമ്പ് തുടങ്ങി. 5 മണിയാകുമ്പോൾ പമ്പ്. അതുകൊണ്ട് ഞായറാഴ്ച ഒന്നും പള്ളിയിൽ പോകാൻ എനിക്കന്നേരം എന്താ ഓർമ്മ വന്നതെന്നറിയോ? അച്ചായന പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്നറിയോ? ഈ പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരു പാട്ടുണ്ട്, വേർപാടിൻ വേളയിലാത്മം മെയ്യോടുര ചെയ്തു, എന്തുപകാരം എനിക്കേകും ധനസമ്പാദ്യങ്ങൾ, വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം. വേർപാടിന്റെ വേളയിൽ ആത്മാവ് മെയ്യോട് ചോദിച്ചു, നീ സമ്പാദിച്ച ഈ ധനവും മാനവും ഒക്കെ നിനക്ക് എങ്ങനെ സഹായിക്കും? വിധിയുടെ നാളിൽ നിന്നോട് ചോദിക്കുന്നത് സുഹൃത. തൃപ്തിയുള്ള ആത്മാവ് കുടുംബത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളിയുമായി ചേർന്ന് പോകാൻ, അവരുടെ കുറവുകളോടുകൂടി ചേർന്ന് പോകാൻ, അവരുടെ കുറ്റങ്ങളോടുകൂടി ചേർന്ന് പോകാൻ, നിർജീവാവസ്ഥ മാറാൻ അതൊരു കാരണം. എനിക്കറിയാം എൻ്റെ ജീവിത പങ്കാളിക്ക് ഇത്ര കുറവുകൾ ഉണ്ടെന്ന്. എനിക്കറിയാം എൻ്റെ മരുമക്കൾക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് ഇന്ന കുറവുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. ആ കുറവുകളെ കൃപകളാക്കി മാറ്റാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെ എൻ്റെ ഭവനത്തിലെ നിർജീവ അവസ്ഥ മാറും? എൻ്റെ ഭവനത്തിലെ നിർജീവ അവസ്ഥ മാറണമെങ്കിൽ കുറവുകളോടുകൂടി, കുറ്റങ്ങളോടുകൂടി ദൈവം എനിക്ക് കൂട്ടായി തന്ന പങ്കാളിയെയും എനിക്ക് ദാനമായി തന്ന പൈതങ്ങളെയും, ഇനി അവരുടെ രൂപാന്തരം അവരുടെ മാനസാന്തരമല്ല, അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവെ സ്നേഹിക്കാൻ, മനസ്സിലാക്കാൻ, വിട്ടുകൊടുക്കാൻ, യൗസേപ്പിനെ പോലെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് കുടുംബത്തിൽ സാധിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ കുടുംബം നസ്രത്തിലെ കുടുംബമാകുന്നത്. 2 വീണ്ടും പറയുകയാണ്, വീണ്ടെടുപ്പ് വേണ്ടത്. നിരാശ്രയത്വത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ്, നിർജീവാവസ്ഥയിൽ നിന്നൊരു വീണ്ടെടുപ്പ്, നിരാശ്രയത്വത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ്. നിരാശ്രയത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. സമയത്തിന്റെ കുറവ് കൊണ്ട് പെട്ടെന്ന് പറയട്ടെ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തില് ആശ്രയമറ്റുപോയ ഒരു മനുഷ്യനെ കാണാം. ആ മനുഷ്യന്റെ പേര് ഇസഹാക്ക് എന്നാണ്. എന്താ സംഭവിക്കുന്നത്? ഇസഹാക്കിന്റെ ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടാകുകയാണ്. ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാം ക്ഷാമമുണ്ടായപ്പോൾ പോയ ഗരാർ എന്ന ദേശത്തേക്ക് പോകാൻ യഹോവയോട് ആലോചന ചോദിക്കുകയാണ്. യഹോവയാം ദൈവം ഇസഹാക്കിനോട് പറയാണ്, നീ ധൈര്യമായി ഗരാർ എന്ന ദേശത്തേക്ക് പോകുക, ഞാൻ നിന്നെ 3 വിധത്തിൽ അനുഗ്രഹിക്കും. 26-ാം അധ്യായം 3-ാം വാക്യം, നീ ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 3, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം തരും. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? അതിന് കൂടെ പറയുന്നുണ്ട്, ഇത് നിന്റെ അപ്പനായ അബ്രഹാമിന് ഞാൻ കൊടുത്ത വാക്കാണ്. ആർക്ക് കൊടുത്ത വാക്കാണ്? നീ ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ഈ ദേശത്ത് അനുഗ്രഹിക്കും. ഇന്ന് ഈ ദേശത്ത് സമാധാനത്തോടെ താമസിക്കുന്നവരാണ് നിങ്ങൾ. ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ. 3 സന്തതികളാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഇതെല്ലാം ആരുടെ അനുഗ്രഹമാണ്? നമ്മൾ പലപ്പോഴും ചാരുകസേരയിൽ മുൻവശത്തിരുന്ന് പറയാറുണ്ട്, ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട്. നമ്മൾ പലപ്പോഴും അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയാറുണ്ട്, നിങ്ങളുടെ അമ്മ ഒരു സ്പൂണ് പോലും തന്നല്ല ഞങ്ങളെ വിട്ടത്, പക്ഷെ ഞാൻ എൻ്റെ ഒറ്റയാളുടെ അല്ല, പിതാക്കന്മാരുടെ കണ്ണുനീരും പിതാക്കന്മാരുടെ പ്രാർത്ഥനയുമാണ്
ഈ അനുഗ്രഹം ഇന്ന് അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ താടിക്ക് കൈ കൊടുത്താൽ തിരിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറ നിരാശ്രയത്വത്തിലാവാതിരിക്കാൻ എന്ത് കരുതി വെച്ചിട്ടുണ്ട്? എന്ത് കരുതി വെച്ചിട്ടുണ്ട്? ഇവിടെ ഇസഹാക്ക് തൻ്റെ അപ്പനെ പോലെ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവനായിരുന്നു. എങ്ങനെ? വ്യക്തിപരമായ പ്രാർത്ഥനയിൽ തൻ്റെ അപ്പനെ പോലെ ദൈവത്തോട് ആലോചന ചോദിച്ചാണ് പുതിയൊരു ദേശത്ത് കാലുകുത്തിയത്. ആ ദേശം ഫെലിസ്ത്യരുടെ ദേശമാണ്. ആ ദേശത്ത് ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടു. ഇസഹാക്കിന് 100 മേനി വിളവുണ്ടായി. ആ ദേശത്ത് അവൻ വർദ്ധിച്ചു വന്നു എന്നാണ് 12-13 വാക്യങ്ങളിൽ പറയുന്നത്. ഇത് കണ്ടപ്പോൾ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്ത്യർ എന്ത് ചെയ്തെന്നറിയാമോ? ഇസഹാക്കിന്റെ കിണറങ്ങ് മൂടിക്കളഞ്ഞു. ഇസഹാക്കിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഇസഹാക്ക് അടുത്ത ദേശത്ത് പോയി കിണർ കുഴിച്ചു. ആട്ടിടയന്മാർ അവനെ ഓടിച്ചു വിട്ടു. മൂന്നാമത് അടുത്ത ദേശത്തേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും തൻ്റെ അപ്പനായ അബ്രഹാം പണിത കിണറിൽ നിന്ന് വെള്ളം കൊടുക്കാതെ വീണ്ടും അവനെ ഓടിച്ചു വിട്ടു. ഇസഹാക്ക് തളർന്നു പോയില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും വ്യക്തിപരമായി ദൈവത്തോട് ബന്ധമുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നവൻ നിരാശയിലേക്ക് പോകാൻ ദൈവം അനുവദിക്കില്ല. നിരാശയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, വ്യക്തിപരമായ എൻ്റെ ദൈവവുമായ ബന്ധം കുറച്ചുകൂടെ, വ്യക്തിപരമായ പ്രാർത്ഥന ഈ മക്കളുടെ മുൻപിൽ ഞാൻ കുറച്ചുകൂടെ ശക്തമാക്കേണ്ടിയിരിക്കുന്നു. 4-ാമത് ഇസഹാക്ക് വീണ്ടും അടുത്ത ദേശത്തേക്ക് പോയി. അവിടെ നിന്ന് ആരും അവനെ ഓടിച്ചു വിടാത്തത് കൊണ്ട് 22-ാം വാക്യത്തിൽ പറയുകയാണ്, അവനൊരു കിണർ കുഴിച്ചു. ആ ദേശം നമുക്ക് അവകാശമായി തന്നു എന്ന് പറഞ്ഞ് ആ കിണറിന് അവൻ രഹോബോത്ത് എന്ന് പേരിട്ടു. എന്നിട്ടും ആരും അവനെ ഓടിച്ചു വിടാത്തത് കൊണ്ട് ആ ദേശത്തിൽ അവൻ യഹോവയ്ക്ക് യാഗപീഠം പണിതു. യാഗപീഠം പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചപ്പോൾ 23-4 വാക്യത്തിൽ യഹോവയാം ദൈവം ആ രാത്രിയിൽ പറയുകയാണ്, ഇസഹാക്കേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന്. ഇവിടെ ഇസഹാക്ക് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ 26-27 വാക്യങ്ങളിൽ കാണുന്നു, വീണ്ടും ശത്രുക്കൾ അവനെ അന്വേഷിച്ചു വരിക. ഇസഹാക്ക് അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിച്ചു മതിയായില്ലേ? നിങ്ങൾക്ക് എന്നെ ഉപദ്രവിച്ചു മതിയായില്ലേ? മറുപടിയായിട്ട് 28-ാമത്തെ വാക്യത്തില് ശത്രു പറയുകയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ശത്രു കണ്ടു. നമ്മളും ഇതിപ്പോഴും പറയാറുള്ളൊരു ഡയലോഗാ, ദൈവം കൂടെ. അത് നമ്മുടെ ശത്രു അല്ല പറയാ, നമ്മൾ തന്നെയാ പറയാ. ദേഷ്യപ്പെടുമ്പോൾ, മറ്റുള്ളവരോട് വഴക്കിടുമ്പം നമ്മൾ പറയും, നീ നോക്കിക്കോ, ദൈവം എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടെങ്കിൽ ഇതിനൊക്കെ അല്ലേ? നമ്മൾ പറയത്തില്ലേ, ഏലിയാ നബി ഈ ദേശത്തുണ്ടെങ്കിൽ അടുത്ത പെരുന്നാളിന് മുമ്പ്. നമ്മളല്ല പറയേണ്ടത്. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയിലും ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്ന് ശത്രു കാണണമെങ്കിൽ ഇസഹാക്ക് നിരാശ്രയത്വത്തിൽ അവന്റെ കിണർ മൂടിക്കളഞ്ഞപ്പോൾ ഇസഹാക്ക് മൂടിയ കിണറിലേക്ക് നോക്കി കരഞ്ഞില്ല. നമ്മുടെ കൂടെയുള്ളവർ, നമ്മൾ വിശ്വസിച്ചവർ നമ്മളുടെ കിണറുകൾ മൂടിക്കളയുമ്പോൾ ആ കിണറിലേക്ക് നോക്കി കരയരുത്. മൂടിയ, നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളിലേക്ക്, ഇന്നലകളിലേക്ക് നോക്കി കരയരുതെന്ന് ഇസഹാക്ക് പഠിപ്പിക്കുക. വീണ്ടും ഇസഹാക്ക് പഠിപ്പിക്കുക, മൂടിയവരെ നോക്കിയും കരയരുത്. നമ്മൾ പലപ്പോഴും പറയും, 5 സെന്റ് പോലും തരാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സഹോദരങ്ങളെയൊക്കെ ഓർത്ത് നമ്മൾ കരയും. കരയരുത്. ഓടിച്ചു വിട്ടവനെ ഓർത്ത് കരയരുത്. ഇസഹാക്ക് കരഞ്ഞതോ സൃഷ്ടാവായ ദൈവത്തെ നോക്കിയ. ഏത് പ്രതിസന്ധിയുടെ നടുവിൽ ആരെല്ലാം നമ്മളെ നിന്ദിച്ചാലും മൂടിയ കിണറിലേക്കോ ഓടിച്ചു വിട്ടവനെയോ നോക്കിയല്ല, മറിച്ച് സൃഷ്ടാവിനെ നോക്കി കരയാൻ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഒരപ്പന് കുടുംബത്തിൽ മക്കളുടെ മുൻപിൽ മാതൃകയാകാൻ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സാധിക്കാറുണ്ടോ? ഒരമ്മയ്ക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന അപ്പനെയും അമ്മയും കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ ഒരു തിക്കിലും തിരക്കിലും നശിച്ചു പോകുകയില്ല. ലോകത്തിന്റെ ഒരു മ്ലേച്ഛതയിലും ലോകത്തിന്റെ ഒരു വഴുവഴുപ്പിലും നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകില്ല. നമ്മുടെ പണി എന്താണെന്നറിയോ? ഇവിടെ കുർബാന നടക്കുന്ന സമയത്ത് കുഞ്ഞിലെ തൊട്ടേ ഏതെങ്കിലും സമയത്ത് പള്ളിയിലോട്ട് കൊണ്ടുവരും. ഇത് നമ്മളാ തുടങ്ങിയിടുന്നേ, അല്ലേ? പള്ളി കൊണ്ടുവരാതെ സൺഡേ സ്കൂളിൽ കൊണ്ടുവിടും. ഇത് നമ്മളാ പഠിപ്പിക്കുന്നേ. എപ്പോഴെങ്കിലുമൊക്കെ വന്നു നിന്ന് ആരെങ്കിലുമൊക്കെ വഴക്ക് പറഞ്ഞാൽ നമ്മൾ അവരെ നമ്മുടെ മക്കളുടെ മുൻപിൽ വിമർശിക്കും. നമ്മളാ ഇത് മക്കളെ പഠിപ്പിക്കുന്നത്. പുറത്ത് നോമ്പ് അഭിനയിക്കുകയും അകത്ത് നോമ്പില്ലാതിരിക്കുകയും ചെയ്യുന്നത് നമ്മളാ പഠിപ്പിക്കുന്നത്.
വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപവസിക്കണമെന്നും ബുധനാഴ്ച ദിവസങ്ങളിൽ നോമ്പ് നോക്കണമെന്നും ഒക്കെ ഉള്ളത് നമ്മളാണ് കുടുംബത്തിൽ പഠിപ്പിക്കേണ്ടത്. ഇങ്ങനെയൊന്നും വളർത്തുന്ന ഒരു കുഞ്ഞുങ്ങളും വ്യക്തിപരമായി കണ്ണുനീരും മുട്ടുമടക്കുന്ന അപ്പൻ്റെ അമ്മയുടെ മക്കള് ഒരു ദേശത്തും നശിച്ചു പോകുകയില്ല. അതിനുദാഹരണമാണ് ദാനിയേല് ബാബേൽ നദിയുടെ തീരത്തിരിക്കുമ്പോഴും യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ട് ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നമ്മളെന്താ ചെയ്യുന്നറിയോ? ഇതുവഴിയൊക്കെ നടക്കുന്ന സമയത്ത് കുർബാന നടക്കുമ്പോഴും പ്രസംഗം നടക്കുമ്പോഴും അയ്യം വഴിയും കൊടിമരത്തിന്റെ ചോട്ടിലും മതിലെ ചാരിയും നിൽക്കുമ്പോൾ നമ്മൾക്ക് പരാതിയില്ല. എന്നിട്ട് ബാംഗ്ലൂരിലോ സ്വിറ്റ്സർലൻഡിലോ ഓസ്ട്രേലിയയിലോ പോകുമ്പോൾ എബി അച്ഛനോട് ചോദിക്കും, അച്ഛൻ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ടോ? അപ്പം അച്ഛൻ ചോദിക്കും, ഉണ്ടെങ്കിൽ അവിടുത്തെ അച്ഛനെ അറിയാമോ? ഞങ്ങളുടെ മോൻ അങ്ങോട്ട് പോകുന്നുണ്ട്, പള്ളി ഒന്ന്. ഇതുവഴി നടക്കുമ്പോൾ പള്ളിക്കകത്ത് കയറാൻ പഠിപ്പിക്കുന്നവൻ തന്നെ കണ്ടുപിടിക്കും. ദൈവത്തെ കൂട്ടമായിട്ട് ആരാധിക്കും, കുടുംബമായിട്ട് ആരാധിക്കും. ഏത് ദേശത്ത് പോയാലും നഷ്ടപ്പെടാതെ അവനും അവൻ്റെ തലമുറയും ഈ ദേശത്ത് നിങ്ങൾ പണിയുന്ന ഈ ആലയത്തില് അവരൊന്നിച്ചൊരു കുടുംബമായിട്ട് ആരാധിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ ബാല്യം മുതൽക്ക് തന്നെ ശീലിപ്പിക്കണം. യൗവനക്കാരനെ യൗവനത്തിൽ സൃഷ്ടാവിനെ അറിഞ്ഞ് ജീവിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. നോമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും എവിടെ നമ്മൾ വെള്ളം ചേർക്കുന്നോ അവിടെ നമ്മുടെ തലമുറയും വെള്ളം ചേർക്കുന്നവരായി മാറും. ആകയാൽ പ്രിയമുള്ളവരെ, നിരാശ്രയത്വത്തിന്റെ സമയത്ത്, കിണർ മൂടപ്പെടുന്ന സമയത്ത് ആട്ടിയോടിക്കുന്ന ആട്ടിടയന്മാരുടെ മുൻപില് ഇസഹാക്ക് തളർന്നു പോകാത്തതിന്റെ കാരണം എന്താണ്? വ്യക്തിപരമായ ഇസഹാക്ക് ഈ ഓടിയ കൂട്ടത്തിൽ ആരും കൂടെ ഓടിക്കാണും. ഇസഹാക്കിന്റെ കുടുംബവും ഓടിക്കാണും. അവർ കൂട്ടമായിട്ട് ഒരിക്കലും പറയുന്നില്ല ഇയ്യോബിന്റെ ഭാര്യയെ പോലെ ഇസഹാക്കിന്റെ ഭാര്യ പിറുപിറുത്തു എന്ന് പറയുന്നില്ല. കാരണം എന്താണ്? കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവരാ നമ്മൾ. ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര് ഈ ദേശത്ത് എങ്ങനെ പണ്ട് അറിയപ്പെട്ടിരുന്നെന്നറിയോ? പ്രഭാതത്തിലുള്ള നമ്മുടെ പാട്ടും സന്ധ്യയിലൂടെ നമ്മുടെ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും പ്രാർത്ഥന കേട്ടുമാണ് ഈ ദേശം ഉണർന്നിരുന്നത്. സത്യമല്ലേ? സത്യമല്ലേ? എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് ഇന്ന് ഈ ദേശത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ മാതൃകയാകാൻ സാധിക്കാറുണ്ട്? നമ്മളോട് തന്നെ ചോദിക്കണം. ഞാൻ ഈ പണിയുന്ന ആലയം പണി തീരും മുൻപേ ഞാനാകുന്ന ആലയം. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ഞാനും നിങ്ങളും ദൈവം വസിക്കുന്ന ദേവാലയമാണ്. ഈ ആലയം പണി തീരുന്നതിന് മുൻപ് നമ്മൾ ഓരോരുത്തരും ഈ നിരാശ്രയത്വത്തിൽ നിന്ന് പണിയപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു രൂപാന്തരം നമ്മൾ ഒരു വിടുതൽ നമ്മുടെ ആവശ്യമായിരിക്കുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ പെരുന്നാള് നമ്മുടെ നിർജീവ അവസ്ഥകളിൽ നിന്ന് വീണ്ടെടുപ്പിനായി തീരട്ടെ. ഈ പെരുന്നാള് നിരാശ്രയത്വത്തിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പിനായി തീരട്ടെ. കർത്താവേ, കാത്തിരിക്കാനുള്ള കൃപ, ഞങ്ങൾ സ്വയം സൃഷ്ടിക്കുന്ന തടസ്സത്തിൽ നിന്ന്, കുടുംബങ്ങളിലെ തൃപ്തിയില്ലാത്ത അവസ്ഥകളിൽ നിന്ന്, കുടുംബങ്ങളിലെ പരസ്പരമുള്ള വാക്പോരുകളിൽ നിന്ന്, സഹോദര പ്രീതിയില്ലായ്മയിൽ നിന്ന്, മാതാപിതാക്കൾ മക്കൾ ബന്ധത്തിലുള്ള ഉലച്ചിലിൽ നിന്ന്, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരണമേ. ചാക്ക് ശീല കൊണ്ട് പൊതിഞ്ഞ് പാറയാകുന്ന ക്രിസ്തുവിന്മേൽ എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. നിർജീവാവസ്ഥയിൽ ഇസഹാക്ക് തളർന്നു പോകാതെ ഇരുന്നത് പ്രാർത്ഥന കൊണ്ടാണ്. പ്രാർത്ഥനയല്ലാതെ നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ മറ്റൊന്നുമില്ല. പ്രാർത്ഥനയല്ലാതെ തലമുറയ്ക്ക് കൊടുത്തിട്ട് പോകാൻ ഒന്നുമില്ല. കാരണം ഇപ്പൊ നമ്മൾ ചിന്തിക്കും എന്തൊക്കെയോ ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന്. ഇല്ല, ഇതൊന്നും ആർക്കും കൊണ്ടുപോകാൻ വയ്യാത്ത, ഇതിനെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രാത്രി വരും. കർത്താവേ, ഞങ്ങളുടെ വ്യക്തി പ്രാർത്ഥനകള്, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകള്, ഞങ്ങളുടെ ആരാധന ജീവിതങ്ങള് ഞങ്ങളുടെ തലമുറകളുടെ മുൻപിൽ മാതൃകയാകുവാൻ, ഒന്ന് പണിയപ്പെടുവാൻ, ഞങ്ങൾക്കെല്ലാം ഉണങ്ങിയ അസ്ഥികൾ എന്താണെന്ന് തിരിച്ചറിയുവാനുള്ളൊരു ബോധ്യം ഈ കേൾക്കുന്ന ദിവസങ്ങളിലെല്ലാം വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി. ഇന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുകയാണ്, ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണത്. യഹോവയാം ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? വ്യത്യസ്തമായ ഉണക്കങ്ങളാണ് നമുക്ക് തട്ടിയിരിക്കുന്നത്, വ്യത്യസ്തമായ വാട്ടങ്ങളാണ് തട്ടിയിരിക്കുന്നത്. ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കണമെങ്കിൽ ഉണങ്ങിയ അസ്ഥികളെ ദൈവത്തിന്റെ വചനം കേൾപ്പീരെന്ന് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നു. ദൈവത്തിന്റെ വചനം കേട്ട് സത്യമായ ഒരു മാറ്റമുണ്ടാകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.